ഹലോ. വെള്ളം വന്നില്ല മാഡം. അന്നാ വെള്ളിയാഴ്ച മാഡം വന്ന ദിവസം ഞാൻ പറഞ്ഞില്ല 200 ലിറ്റർ ടാങ്ക് കിട്ടിയെന്ന്. അതേ ഉള്ളു, പിന്നെ വന്നിട്ടില്ല, ഒരു തുള്ളു പോലും വന്നിട്ടില്ല. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത് വെള്ളത്തിന്? ഞങ്ങളിപ്പോ ഉള്ള വെള്ളം കൊണ്ട് തന്നെ കഷ്ടിച്ച് കുടിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം തോട്ടിൽ പോയി, ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തോട്ടിൽ പോയി. തുണിയെല്ലാം കൂടെ ചാക്കിൽ വാരിക്കട്ടെ അവിടെ നടുക്കണ്ടത്തിൽ ആ ഫിലിപ്പിയേട്ടന്റെ ഫ്രണ്ടിലെ കടവിൽ പോയി. 150 രൂപ ഓട്ടോക്കാശം കൊടുത്ത് അലക്കാൻ കടയിൽ കുളിക്കാൻ വേണ്ടി. പിന്നെ കുടിക്കാനുള്ള വെള്ളം അപ്പുറന്ന് രാവിലെ പോയി 2-3 കുടം കോരിക്കൊണ്ട് വരും. രാവിലെ ഉള്ളത് പിന്നെ വെട്ടാൻ തുടങ്ങുമല്ലോ. രാവിലെ ഇച്ചിരി വെള്ളം ഉണ്ടാക്കിട്ടില്ല, അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, നാളെ നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം കേട്ടോ. നാളെ ആവട്ടെ, നേരം വിളിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ, ശരി. തൊടുപുഴ നടുക്കണ്ടം ഷിറോസ് ജംഗ്ഷൻ്റെ ഉൾഭാഗത്തേക്ക് ഏതാണ്ട് ഒരാഴ്ചയായി കേട്ടോ വെള്ളം വന്നിട്ട്. ഞാൻ പലതവണ തൊടുപുഴ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു, എയെ വിളിച്ച് സംസാരിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് ഈ ഭാഗത്ത് വെള്ളമില്ല എന്നറിയിച്ചു. ഞങ്ങൾ വാർഡിലെ കുറച്ച് ആളുകളെല്ലാം കൂടി എയെ നേരിട്ട് പോയി കണ്ട് പരാതി ബോധിപ്പിച്ചു. എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല. ഇന്നലെ ഷിബു എന്നെ വീണ്ടും വിളിച്ചു, വെള്ളമില്ല ഇവിടെ, ഒരു രക്ഷയില്ല. ഞാൻ രാത്രിയിൽ തന്നെ വെള്ളം അടിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. രാവിലെ വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട ആവശ്യമാണ് കുടിക്കാനും കുളിക്കാനുമൊക്കെ ഉള്ള വെള്ളം കിട്ടുക എന്നത്. അത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ട്. ആ ഉത്തരവാദിത്വമാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. വാട്ടർ അതോറിറ്റിയുടെയും വകുപ്പിൻ്റെയും കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെയുള്ള എൻ്റെ പ്രതിഷേധം കൂടിയാണിത്. അമൃതം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ ഇവിടെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതിനും ഒരു നീക്കുപോക്കില്ല. വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുൻപ് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നില്ല, 100 ലിറ്റർ വെള്ളമാണ് ഓരോ കുടുംബത്തിനും വേണ്ടത്. യഥാർത്ഥത്തിൽ 500 ലിറ്റർ വെള്ളമെങ്കിലും ഒരു കുടുംബത്തിന്, 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് അത്രയുമെങ്കിലും ഏറ്റവും മിനിമം ആവശ്യമുണ്ട്. അങ്ങനെ വേണ്ടിടത്ത് ഒരു 100 ലിറ്റർ വെള്ളമെങ്കിലും ഈ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കാൻ വകുപ്പ് തീരുമാനമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് വെള്ളി വെള്ളമില്ലാതെ നിൽക്കുമത് രാവിലെ. അന്നേരം ദൈവം കണ്ടെത്തുന്നതാ. കുറേ ദിവസമായിട്ട് ഇവർ വിളിക്കുന്നു, വെള്ളമില്ല, ബാത്റൂമിൽ പോകാനായിട്ട് വെള്ളമില്ല എന്നും പറഞ്ഞു. എത്ര നാളാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ വെള്ളം എത്തിക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. കണ്ണ് തുറന്ന് കാണട്ടെ, ഇവിടെ ധാരാളം ആളുകൾക്ക് വെള്ളമില്ല. ഇവിടെ ഒരു അമൃതം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പോകുന്നുണ്ട്. യാതൊരു നടപടിയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. രാവിലെ ഒരു ഗതിയില്ലാതെ നിൽക്കുകയാണ്.